മറ്റേ ബാറ്ററി എടുത്തേക്ക് നല്ല പേടിയാവുണ്ട്. കണ്ടില്ലേ കൊക്കുവട മുറങ്ങണ പോലെ മുറങ്ങണൊക്കെ നടക്കും. നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് എന്റെ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഫോണും അതുപോലെ തന്നെ ഓയിലും. അപ്പോൾ നമ്മളുടെ ഫോൺ ഇങ്ങനെ എണ്ണയിലിട്ട് തിളപ്പിക്കാമെന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ പരിപാടികളും ചെയ്യണേ. ഇത് വീട്ടിൽ പഴയതുണ്ടായതാണ്. സത്യം പറഞ്ഞാൽ തിളപ്പിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പുതിയതൊക്കെ എടുത്താൽ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ചീത്തയാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പഴയത് പറഞ്ഞാൽ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഒരു പഴയ ഫോൺ എടുക്കും, പഴയൊരു പാത്രം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മളിതിൽ ഒഴിച്ച് തിളപ്പിക്കാൻ പോവാണ്. നമ്മുടെ ഫോൺ ഇതിലിട്ട് തിളപ്പിക്കാൻ പോവാണ്. അപ്പം എന്തായിരിക്കും ഉണ്ടാവാൻ പോവാന്ന് ഇതിനു മുമ്പൊന്നും ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, അതൊരു കാര്യം. അപ്പോൾ നമുക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാം എന്തായിരിക്കും അതിൻ്റെ റിയാക്ഷൻ ആകുമ്പോഴേ നമുക്കറിയണമല്ലോ. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് സെലക്ട് ചെയ്തപ്പോൾ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു, എടാ മോനെ സംഭവം ചെയ്യേണ്ട, സീനാവും, കത്തിപ്പോവും, പൊട്ടിത്തെറിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പിള്ളേരും, അതായത് നമ്മുടെ ചെറിയ പിള്ളേരായാലും വലിയ പിള്ളേരൊക്കെ ആയാലും ചേട്ടന്മാരൊക്കെ ആയാലും ഇത് ചെയ്ത് നോക്കണം അത്ര നല്ലതൊന്നുമില്ല. ഞാനിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്താൽ എന്തായിരിക്കും റിസൾട്ട് എന്ന് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊരു വീഡിയോയുടെ ലിങ്ക് അയച്ച് കൊടുത്താൽ മതി. അപ്പോൾ എന്താണ്ടാവണമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ചെയ്ത് ഞാൻ അവരോട് അപകടം വരുത്തി വെക്കണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്ന ഒരു ഡിസ്ക്ലൈമർ പോലെ, നിങ്ങളാരും ഈ ഒരു സംഭവം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ആരും ചെയ്ത് നോക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. അപ്പോൾ നമുക്ക് സ്ഥലമൊക്കെ ഒന്ന് സെറ്റാക്കണം, നമുക്ക് തീ കൂട്ടണം, എല്ലാ പരിപാടികളും ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പരിപാടികളിലേക്ക് കടക്കാം. ഇങ്ങനത്തെ ഏകദേശം 3 കല്ല് നമുക്ക് വേണം. പണ്ടത്തെ പോലെ ആരോഗ്യം ഇല്ല. അപ്പം നമ്മുടെ എണ്ണ നമ്മൾ ഒഴിക്കാൻ പോവാണ്. ഓ ഗൈസ്, ഇട്ടു മുങ്ങിയിട്ടുണ്ട്, മൊബൈൽ മുങ്ങിയിട്ടുണ്ട്. ചുറ്റും തളച്ചുണ്ട്. ഇപ്പൊ എന്തൊരു സംഭവം എന്ന് വെച്ചാൽ അതിന്റെ അടിത്ത ഭാഗം പൊളിഞ്ഞിട്ട് ഉള്ളിലേക്ക് വെളിച്ചെണ്ണ കയറിയിട്ട് ഇങ്ങനെ പൊളച്ച് വരാണ്. കുറച്ചു നേരത്തിനുള്ളിൽ നമുക്ക് എന്താ ഉണ്ടാവാൻ പോണേ നമുക്ക് എന്തായാലും കാണാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോക്കി നമുക്ക് കാണാം. കണ്ട തുള്ളിയായിട്ട് വീഴുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് എന്നാലും അതനുസരിച്ച് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നേരത്തെ ഇട്ട പോലെ ഇല്ല, ചെറുതായിട്ട് ഇങ്ങനെ ബൾജ് ചെയ്ത് വന്നേക്കാം. ഇതിലെന്തെങ്കിലുമൊക്കെ നടക്കും. നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. എന്റെ ഫോൺ തന്നെ ഞാൻ വീഡിയോ എടുക്കട്ടെ. നമ്മളൊരു ട്രിപ്പ് തീ നമ്മൾ നന്നായിട്ട് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ എൻ്റെ പൊട്ടിത്തെറിയൊന്നും ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ എടുത്തേക്കുമ്പോൾ നല്ല പേടിയാവുന്നുണ്ട്. അതിന് പോക്കണ്ട എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്നുള്ള രീതിയിലാണ് നമ്മുടെ എണ്ണ ഇങ്ങനെ തിളച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് നമ്മളിവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റത്തേൽ ഏകദേശം ഫോണൊന്ന് പൊട്ടിപ്പൊളിയായ രീതിയിൽ നിൽക്കണം. ഇന്നത്തെ സംഭവത്തിൽ ഫുൾ സെറ്റോ എന്താണ്ടാവും നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്താ സംഭവം എന്ന് പറയുന്നത്, ഈശ്വരാ. മറ്റേ ബാറ്ററി പുറത്തേക്ക് തുടങ്ങി നൈസായിട്ട് അടിയിൽ തിളച്ച് വരണുണ്ടോ? ഇതിങ്ങനെ ഉണ്ടാവോ? ഇത് കത്തല്ലേ, ബാറ്ററി ഒക്കെ പൊളിഞ്ഞു. അതിൻ്റെ ഉള്ളിലത്തെ എന്തോ സ്റ്റീലിൻ്റെ സാധനമൊക്കെ പുറത്ത് വരാതെ കാണാൻ പറ്റുന്നുണ്ട്. ജാതി സീൻ. കുറച്ചേരം കൂടി കത്തിച്ച് എന്തായാലും പൊട്ടും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ ഈ സംഭവത്തെ നിർത്തി പൊരിച്ചിട്ടുണ്ട് കേട്ടോ.
അരമണിക്കൂറായി ചക്ക നിന്ന് കത്താൻ തുടങ്ങിയിട്ട്. പക്ഷേ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് കമോൺ ലെറ്റ്സ് നോക്കി ഇതില് സത്യം പറഞ്ഞ ഒരു പൊട്ടിത്തെറിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അത് നമുക്ക് ഇവിടെ കിട്ടിയില്ല. അതിനുവേണ്ടി ഞാൻ കുറെ നേരം കത്തിച്ചു നോക്കി, പക്ഷെ പൊട്ടിത്തെറി കിട്ടില്ല. പിന്നെ ഈ ഫോണിന്റെ അവസ്ഥ നിങ്ങളൊന്ന് എടുത്ത് കാണേണ്ടതാണ് കേട്ടോ. എന്റെ പൊന്നെ, ഒരു മനുഷ്യന് പോസ്റ്റ്മോർട്ടം ചെയ്ത് എത്ര ഇത് കിട്ടുമെന്ന് വെച്ചാ പറയാൻ പറ്റില്ല. അജ്ജാതി പൊളഞ്ഞ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയാണ് ഇരിക്കണേ. അപ്പൊ പൊട്ടിത്തെറിക്കാത്ത എന്താന്ന് വെച്ചാലേ നമ്മള് ഓൾറെഡി ഫോൺ പേട്ട ഫോണായിരുന്നു. അതായത് ചീത്തയായ ഫോണാണ്. ബാറ്ററി ചാർജ് ഇല്ലാത്ത ബാറ്ററിയാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുണ്ടായത്. അതാണ് ഒന്നാമത്തെ കാരണം. അതായത് ബാറ്ററിക്ക് ചാർജ് ഉണ്ടായില്ല. അത് ഒരു റീസൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു കാരണം ഇത് പൊട്ടിത്തെറിക്കാണ്ടിരിക്കാനുള്ളത്. ശരിക്കും നമ്മൾ നല്ല ഫോൺ വാങ്ങിച്ചിട്ട് ചാർജ് ആണ്, അതായത് ഓൺ ഫോണൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇതിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും പൊട്ടിത്തെറിച്ചിരിക്കും, ഷുവറാണ്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ സംഭവം എടുത്ത് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇതില് ഓയിലിന്റെ നിറം നോക്കി കരി ഓയിൽ പോലെ ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു സംഭവത്തിൽ ഒഴിച്ച് കാണിച്ചു തരാം. സീനിസ്റ്റോ മൈ ഗോ. ഓ, ഞാൻ പ്ലാസ്റ്റിക് ഒഴിച്ചു, അത് പൊന്തി വരണേക്ക് നന്നായിട്ട് നമ്മള് ചൂട് കൊടുത്തിട്ടേ നല്ല രസമുണ്ട്. ഓഹോ, ഒച്ചേട്ടാ നല്ല സാറ്റിസ്ഫൈങ് അല്ലേ, ഒരു മനസ്സുഖം. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ അവസ്ഥ ഇതാണ്. നമ്മുടെ ഫോണിൻ്റെ അവസ്ഥ ഫസ്റ്റ് ഓഫ് ഓൾ പാത്രം ഒന്ന് നോക്കൂ. പേട്ടപാത്രം ഇത് ഭാഗ്യം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഓടിച്ചാൽ തന്നെ കണ്ടില്ലേ, ഫുൾ കരിഞ്ഞ്. നമ്മൾ അത്ര തീയിട്ട് കൊടുത്തിട്ടുണ്ടായി. ഇങ്ങനെ പൊട്ടാൻ വേണ്ടി സത്യം പറഞ്ഞാൽ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ നിർത്തിയതാ. ഞാൻ എന്തായാലും നമുക്ക് ഫോണിലേക്കൊന്ന് നോക്കാം. ഭയങ്കര പുക. അതിൻ്റെ ആ പ്ലാസ്റ്റിക്കും പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ബാറ്ററിയുടെ പ്ലാസ്റ്റിക് എല്ലാം കരിഞ്ഞതിൻ്റെ ചൊക്കയും പൊട്ടം വേണം മാതിരി. പച്ചവെള്ളം നമ്മൾ അതിൻ്റെ മുകളിൽ ഒഴിച്ചതാണ് ചൂട് പോകാനായിട്ട്. കൈ ചിറ്റിയാൽ മതി. ഓ, നല്ല നല്ല ചൂടുണ്ട്. ഉള്ളിലൊക്കെ ശരിക്കും ഓയിലിൻ്റെ അംശം ഉണ്ട് ഇപ്പോഴും. ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേ. ഈ സൈഡ് മൊത്തം കരിഞ്ഞു. കണ്ട, ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് അമുങ്ങിപ്പോയി. കാരണം ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു, ഇവിടെ പൊട്ടലുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഉള്ളിലേക്ക് എന്തോ പ്ലാസ്റ്റിക് പോലത്തെ സാധനം. ഗ്ലാസ് അടുത്തൊരു ഭാഗം. ഇതും ഗ്ലാസ് തന്നെ. മൊത്തം ഇട്ട് ബാറ്ററി നോക്ക്, ബാറ്ററിയുടെ കോലം നോക്ക്. ദയവ് ചെയ്ത് നിങ്ങൾ ആരും ട്രൈ ചെയ്ത് നോക്കരുത് കേട്ടോ. ഒരിക്കലും ട്രൈ ചെയ്യരുത്. അമ്മാതിരി ചെയ്യണത്. ഇപ്പോൾ നല്ല ചൂടുണ്ട്. ബാറ്ററി ഉൾഭാഗമൊക്കെ പുറത്തേക്ക് വന്ന് തുടങ്ങി. ഇത് ഡാമേജായ ബാറ്ററി ആയിരുന്നു എന്ന് തോന്നണം. അതുകൊണ്ട് പൊട്ടിത്തെറിച്ചില്ല ഭാഗ്യത്തിന്. കണ്ടില്ലേ, കവറൊക്കെ പോയി. നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ആകെ ഇത് മാത്രം ഇനി ബാക്കിയുള്ളൂ. അത് കണ്ടില്ലേ, കൊക്കുവട മുറുകണ പോലെ മുറുകണം. സീനിഷ്ടോ. അങ്ങനെ ഒരു ഫോൺ നശിപ്പിച്ചു. എന്തേ, അതിൻ്റെ പാർട്സ് എല്ലാം ഡിഫറെൻറ്റ് പാർട്സാക്കി നമുക്ക് എടുക്കാൻ പറ്റി. കണ്ടില്ലേ, എല്ലാനും ഇതൊക്കെ അതിൻ്റെ സ്റ്റീൽ. അതിനൊന്നും പറ്റിയിട്ടില്ല, കണ്ടില്ലേ, വളഞ്ഞു പോയി മാത്രമേ ഉള്ളൂ ഒന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണിൻ്റെ അവസ്ഥ. ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് നമ്മളിത് നിർത്തിപ്പൊരിച്ചു. വെളിച്ചെണ്ണയിൽ നിർത്തിപ്പൊരിച്ചിട്ട് നമുക്ക് കിട്ടിയ നമ്മുടെ ഫോണിൻ്റെ കോലാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടില്ലേ, എങ്ങനെ ഇരുന്ന ഫോണാ നോക്കണേ. കണ്ടാ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മളിത് ഇവിടെ പണി നമ്മൾ കഴിക്കുകയാണ്.
കണ്ടില്ലേ നിങ്ങൾ? സത്യം പറഞ്ഞത് ശരിക്കും ചാർജുള്ള ഫോണൊക്കെ യൂസ് ചെയ്ത് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ എന്തായാലും പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു അവസ്ഥ. നമ്മുടെ നല്ലൊരു ഫോൺ നമ്മൾ നല്ലതല്ല ചീത്തയായി കൊള്ളാത്ത ഫോൺ നമ്മൾ വീണ്ടും കൊള്ളാക്കി ഇതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് എടുക്കണം നോക്കുക. അജാതി രീതിയിലേക്ക് നമ്മളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ വീഡിയോസ് നിങ്ങൾ കാണാനായിട്ട് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാവുന്നതാണ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഇഷ്ടമുള്ളവർക്ക് പോയി കാണാം. അപ്പോൾ മറ്റൊരു നല്ലൊരു പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ഫ്രം ആദർശ്. നിർത്തിയില്ല ഇത് നിർത്തി.